ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ, ശാരിക പൈതൽ താനും വന്നിച്ചു വന്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ഇവിടെ ആരണ്യകാന്ഡം പാരായണം ചെയ്യാൻ ആരംഭിക്കുകയാണ്. ബാലികേ സുഖകുലമൗലി മാലികെ ഗുണശാലിനി ചാരുശീലേ, ചൊല്ലിടുമടിയാതെ നീലനീരദനിപൻ നിർമ്മലൻ നിരഞ്ജനൻ, നീലനീരജദളലോചനൻ നാരായണൻ, നീലലോഹിത ശിവൻ നിഷ്കളൻ നിത്യൻ പരം, കാലദേശാനുരൂപൻ കാരുണ്യ നിലയനൻ, പാലന പരായണൻ പരമാത്മാവു തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകയില്ലൊരിക്കലും. ശ്രീരാമചരിതങ്ങൾ അതിലും വിശേഷിച്ചു സാരമായൊരു മുക്തി സാധനം രസായനം, ഭാരതി ഗുണം തവ പരമാമൃതമല്ലോ, പാരാതെ പറകെന്നു കേട്ടു പൈങ്കിളി ചൊന്നാൾ. പാലലോചനൻ പരമേശ്വരൻ പശുപതി, ബാലശീതാംശു മൗലി ഭഗവാൻ പരാപരൻ, പ്രാലയാജല മകളോടരുൾ ചെയ്തിടിന, ബാലികെ കേട്ടുകൊള്ളുക പാർവതി ഭക്തപ്രിയെ, രാമനാം പരമാത്മാവാനന്ദരൂപൻ, ആത്മാരാമനദ്വയൻ ഏകൻ അവ്യയൻ അഭിരാമൻ, അത്രിതാപസ പ്രവരാശ്രമേ മുനിയുമായി എത്രയും സുഖിച്ചു വാണിടിനാനൊരു ദിനം. അടുത്തതായിട്ട് പാരായണം ചെയ്യാൻ പോകേണ്ടത് ദണ്ഡകാരണ്യ പ്രവേശത്തെക്കുറിച്ചാണ്. പ്രത്യുഷസ്തുത്യായ തന്നിത്യകർമ്മവും ചെയ്തു നത്വാ താപസം മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ, പുണ്ടരീകോത്ഭവിഷ്ടപുത്രനങ്ങൾക്കു മുനി മണ്ഡലമണ്ഡിതമാം ദണ്ഡകാരണ്യത്തിനും ദണ്ഡമിന്നിയെ പോവാനായി അനുഗ്രഹിക്കണം. പണ്ഡിത ശ്രേഷ്ഠ കരുണാനിധേ തപോനിധേ, ഞങ്ങളെ പെരുവഴി കൂട്ടണമതീനിപ്പോൾ ഇങ്ങു നയക്കണം ശിഷ്യരിൽ ചിലരെയും. ഇങ്ങനെ രാമവാക്യം അത്രിമാ മുനി കേട്ടു തിങ്ങിടം കൗതൂഹലം പൂണ്ടുടനരുൾ ചെയ്തു, നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടുന്നേ, ദാരുള്ളതഹോ തവ നേർവഴി കാട്ടിയിടുവാൻ. എങ്കിലും ജഗദനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട, വഴി കാട്ടിടും ശിഷ്യരെല്ലാം. ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോടു ചൊല്ലി മാമുനി താനു മുട്ടു പിന്നാലെ ചെന്ന, അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനി തന്നോടു രാമചന്ദ്രൻ വന്നിച്ചു ഭക്തിപൂർവം, നിന്തിരുവടി കനിഞ്ഞങ്ങെഴുന്നള്ളിയിടണം, അന്തികെ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ടാശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നു തൻ പർണശാല പുക്കിരുന്നരുളിനാൻ. പിന്നെയും ക്രാശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലാ മാറു
മഹാവാഹിനി കാണായി വന്നു. അന്നേരം ശിഷ്യർകളോടരുളി ചെയ്തു രാമൻ, ഇന്നതീ കടപ്പതിനെന്തു പായങ്ങളുള്ളൂ എന്നു കേട്ടവർകളും ചൊല്ലിനാരെന്തു ദണ്ഡം. മന്നവാ നല്ല തുണിയുണ്ടെന്നു ധരിച്ചാലും വേഗനാനങ്ങൾ കടത്തിടുന്നതുണ്ടു താനും. ആകുലം വേണ്ടാനങ്ങൾക്കുണ്ടല്ലോ പരിചയം, എങ്കിലോ തോണി കരേറിടാമെന്നവർ ചൊന്നാർ. ശങ്ക കൂടാതെ ശീഘ്രം തോണിയും കടത്തിനാർ. ശ്രീരാമൻ പ്രസാദിച്ചു താപസകുമാരകന്മാരോടു നിങ്ങൾ കടന്നങ്ങു പോകെന്നു ചൊന്നാൻ. ചെന്നുടനത്രേ പദം വന്നിച്ചു കുമാരന്മാർ, ഒന്നൊഴിയാതെ രാമവൃത്താന്തമറിയിച്ചാർ. ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരും മത ഘോരമായുള്ള മഹാകാനനമകമ്പുക ജല്യജങ്കാരനാഥ മണ്ഡിതം സിംഹവ്യാഗ്ര ശല്യാദി മൃഗഗണ കീർണമാധവഹീനം ഘോരരാക്ഷസകുലസേവിതം ഭയാനകം ക്രൂരസർപ്പാദി പൂർണ്ണം കണ്ടു രാഘവൻ ചൊന്നാൻ. ലക്ഷ്മണ നന്നായി നാലു പുറവും നോക്കിക്കൊള്ളുക, ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസാം പരീക്ഷകൾ. ബില്ലിനി നന്നായി കുഴിയെ കുലയ്ക്കയും വേണം, നല്ലൊരു ശരമൂരി പിടിച്ചു കൊള്ളുക കയ്യിൽ. മുന്നിൽ നീ നടക്കണം വഴിയെ വൈദേഹിയം, പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതഭയം. ജീവാത്മാ പരമാത്മാക്കൾക്കു മധ്യസ്ഥയാകും ദേവിയ മഹാമായ ശക്തി എന്നതുപോലെ. അവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയും, എന്നാലൊരു ഭീതിയുമുണ്ടായി വരാം. ഇത്തരമരുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുർധരനായി നടന്നൊരു ശേഷം പിന്നിട്ടാനുടനൊരു യോജന വഴിയപ്പോൾ മുന്നിലം മറങ്ങൊരു പുഷ്കരിണിയും കണ്ടാർ. കൽഹാരോൽപല കുമോദാംബുജാരക്തോൽപല പുല്ലപുഷ്പേന്ദീവര ശോഭിതമത്സജലം തോയപാനവും ചെയ്തു വിശ്രാന്തന്മാരായ വൃക്ഷഛായഭൂതലി പുനരിരുന്നു യഥാസുഖം. അടുത്തതായി പാരായണം ചെയ്യുന്നത് വിരാതവധത്തെക്കുറിച്ചാണ്. അന്നേരമാശു കാണായി വന്നിതു വരുന്നതത്യുന്നതമായ മഹാസത്വമത്യുഗ്രാരവം ഉദ്ധൂതവൃക്ഷം കരാളോജ്വലദംഷ്ടാനിധ വക്രഗഹ്വരം ഘോരാകാരമാരുണ്യനേത്രം. വാമാംസസ്ഥലന്യസ്തശൂലാഗ്രത്തിങ്കലുണ്ടു ഭീമശാർദൂല സിംഹ മഹിഷ വരാഹാദി വാരണമൃഗവന ഗോചര ജന്തുക്കള പുരുഷന്മാരും കരനേറ്റവും തുള്ളി തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചും കൊണ്ടു ചത്തിലലറി വന്നിടിനാൻ. അതു നേരം ഉത്ഥാനം ചെയ്തു ചാപബാണങ്ങൾ കൈക്കൊണ്ടതാ ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തിതു രാമചന്ദ്രൻ. കണ്ടു നീ ഭയങ്കരനായൊരു നിശാചരനുണ്ടു നമ്മുടെ നേരെ വരുന്നു ലഘുതരം സന്നാഹത്തോടു ബാണം തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നുകൊള്ളുക ചിത്തമുറച്ചു കുമാരനെ. വല്ലഭേ ബാലേ സീതേ പേടിയായി കേതുമിടോ വല്ല ജാതിയം വരി പാലിച്ചു കൊള്ളുവാനല്ലോ എന്നരുൾ ചെയ്തു നിന്നാനിതും മുന്നിളകാതെ വന്നുടനടുത്തിതു രാക്ഷസ പ്രവരനും. നിഷ്ഠുരതരം അവനട്ടശു പൊട്ടും വണ്ണം അട്ടഹാസം ചെയ്തിടി വിട്ടിടും നാദം പോലെ ദൃഷ്ടിയിൽ നിന്നു കനൽ കട്ടകൾ വീഴും വണ്ണം പുഷ്ടകോപേനാലോകം ഞെട്ടുമാറുര ചെയ്താൻ. കഷ്ടമാഹന്ത കഷ്ടം നിങ്ങളാരിരുവരും ദുഷ്ടജന്തുക്കളേറ്റമുള്ളവൻ കാട്ടിലിപ്പോൾ നിൽക്കുന്നീതസ്തഭയം ചാപതൂണീരബാണവൽക്കല ജടകളും ധരിച്ചു മുനി വേഷം കൈക്കൊണ്ടു മനോഹരിയായൊരു നാരിയോടും ഉൾക്കരുത്തേറുമതി ബാലന്മാരല്ലോ നിങ്ങൾ. കിഞ്ചന ഭയം വിനാ ഘോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതും എന്തൊരു മൂലം ചൊൽവിം. രക്ഷവാണികൾ കേട്ടു തക്ഷണമരുൾ ചെയ്താൻ ഇക്ഷാഗോകുലനാഥൻ മന്ദഹാസാനന്തരം. രാമൻ എന്നെനിക്കു പേരൻ ുടെ പത്നി ഇവൾ വാമലോചന സീതാദേവി എന്നല്ലോ നാമം.
ലക്ഷ്മണനെന്നു നാം ഇവനും സഹോദരൻ പൂക്കിതു വനാന്തരം ജനക നിയോഗത രക്ഷജാതികളാകും ഇങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാനറിയുക നീ സുതരാഘവ വാക്യമട്ടഹാസവും ചെയ്തു വക്രവും പിളർന്നൊരു സാലവും പറിച്ചൊങ്ങി ക്രുദ്ധനാം നിശാചരൻ രാഘവനോടു ചൊന്നാൻ ശക്തനാം വിരാതനൻ എന്നെ നീ കേട്ടിട്ടില്ലേ ഇത്രിലോകത്തിൽ എന്നെ ആരറിയാതെയുള്ളത് എത്രയും ഉടൻ ഭവാൻ എന്നിഹാദരിച്ചന് മൽഭയം നിമിത്തമായി തപസരെല്ലാം ഇപ്പോൾ ഈ പ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരെ പോയോ നിങ്ങൾക്കു ജീവിക്കയിൽ ആശയുണ്ടുള്ളില്ലെങ്കിൽ അങ്കനാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞെങ്ങാനും ഓടിപ്പോവിനല്ലാകിലെനിക്കിപ്പോൾ തെങ്ങിടം വിഷപ്പടക്കിടുവൻ ഭവാൻമാരാ ഇത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി സത്വരമടുത്തതു കണ്ടു രാഘവനപ്പോൾ പത്രികൾ കൊണ്ടു തന്നെ ഹസ്തങ്ങൾ അറുത്തപ്പോൾ ക്രുദ്ധിച്ചു രാമം പ്രതി വക്രവും പിളർന്നതി സത്വരം നത്തഞ്ചരനടുത്താനതു നേരം അസ്ത്രങ്ങൾ കൊണ്ടു കണ്ടി ചീടിനാൻ പാദങ്ങളും ബദ്ധരോഷത്തോടവൻ പിന്നെയും അടുത്തപ്പോൾ ഉത്തമാംഗവും മുറി ചീടിനാൻ ഇതു രാമൻ രക്തവും പരന്നിതു ഭൂമിയിലതു കണ്ടു ചിത്തകൗതുകത്തോടു പുണർന്നു വൈദേഹിയും നൃത്തവും തുടങ്ങിനാരപ്സര സ്ത്രീകളെല്ലാം അത്യുച്ചം പ്രയോഗിച്ചു ദേവദുന്ദുഭികളും അന്നേരം വിരാതൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപനെ കാണായി വന്നിതാകാശമാർഗേ സ്വർണഭൂഷണം പൂണ്ടു സൂര്യസന്നിഭ കന്ധ്യ സുന്ദര ശരീരനായി നിർമ്മലാംബരത്തോടും രാഘവം പ്രണതാർത്തി ഹരിണം ഗൃണാകരം രാഗേന്ദു മുഖം ഭവ ഭഞ്ജനം ഭയഹരം ഇന്ദിരാരമണം ഇന്ദിവരദളശ്യാമം ഇന്ദ്രാദിവൃന്ദാരക വൃന്ദവന്ദിത പദം സുന്ദരം സുകുമാരം സുഹൃതി ജനമനോ മന്ദിരം രാമചന്ദ്രം ജഗദാമഭിരാമം വന്നിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ ശ്രീരാമ രാമ രാമാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തേ കമലാപദേ ധരാപദേ ദുർവാസാവായ മുനി തന്നുടെ ശാപത്തിനാൽ ഗർഭിതനായൊരു രാത്രിഞ്ചരനായേനല്ലോ നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ടു ശാപബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേ നിന്നു നാഥ സന്തതമിനി ചരണാംബുജയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിനു ഭക്യ വാണികൾ കൊണ്ടു നാമ കീർത്തനം ചെയ്യാകണം പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകണം സ്തോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകണം നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകണം ഉത്തമാംഗേന നമസ്കരിക്കായി വന്നിടണം ഉത്തമ ഭക്തന്മാർക്കു ഭൃത്യനായി വരേണം ഞാൻ നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ നമസ്തേ രാമായാത്മാ രാമായ നമോ നമോ നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം നമസ്തേ രാമായ ലോകാഭിരാമായ നമ ദേവലോകത്തു പോവാനായി അനുഗ്രഹിക്കണം ദേവദേവേശ പുനരൊന്നപേക്ഷിച്ചിടുന്നേ നിൻമഹാമായാദേവി എന്നെ മോഹിപ്പിച്ചിടായിക അംബുജാവിലോചന സന്തതം നമസ്കാരം ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെ എന്നു കൊടുത്തു വരങ്ങളും മുക്തനെന്നിയെ കണ്ടു കിട്ടുകയില്ല ഇനി ഭക്തിയുണ്ടായാലുടൻ മുക്തിയൻ ലഭിച്ചിടം രാമനോടനുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധരൻ കാമലാഭേന പോയി നാഗലോകവും ബുക്കാൻ ഇക്കഥ ചൊല്ലി സ്തുതി ചീടിന പുരുഷനു ദുഷ്കൃതമകന്നു മോക്ഷത്തെയും പ്രാപിച്ചിടാം. അടുത്തതായി പാരായണം ചെയ്യാൻ പോകുന്നത് ശരഭംഗാശ്രമ പ്രവേശത്തെക്കുറിച്ചാണ്. രാമലക്ഷ്മണന്മാരും ജാനകീതാനും പിന്നെ ശ്രീമയമായ ശരഭംഗമന്ദിരംബുകാർ സാക്ഷാലീശ്വരനെ മാംസ ഈഷണങ്ങളെ കൊണ്ടു വിഷതാപസവരൻ പൂജിച്ചു ഭക്തിയുടെ കന്ദപക്വാദികളാൽ ആതിഥ്യം ചെയ്തു ചിത്താനന്ദം ഉൾക്കൊണ്ടു ശരഭംഗനുമരുൾ ചെയ്തു. ഞാൻ അനേകം നാളുണ്ട് പാർത്തിരിക്കുന്നീതത്ര ജാനകിയോടും നിന്നെ കാൺമദീനാശയാലേ ആർജ
ആർജവ ബുദ്ധ്യാചിരം തപസ ബഹൂതരമാർജിച്ചേനല്ലോ പുണ്യമിന്നു ഞാനവയെല്ലാം മർത്തനായി പിറന്നൊരു നിനക്കു തന്നിടേന നദ്യ ഞാൻ മോഷത്തിനായി ഉദ്യോഗം പൂണ്ടേനല്ലോ നിന്നെയും കണ്ടു മമ പുണ്യവും നിങ്കലാക്കി എന്നീയെ ദേഹത്യാഗം ചെയ്യരുതെന്നു തന്നെ ചിന്തിച്ചു ബഹുകാലം പാർത്തു ഞാനിരുന്നിതു ബന്ധവും മറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നേ യോഗീന്ദ്രനായ ശരഭംഗനാന്തബോധനം യോഗേശനായ രാമൻ തൻപദം വണങ്ങിനാൻ ചിന്തിച്ചിടുന്നേനന്ദ സന്തതം ചരാചര ജന്തുക്കൾ അന്തർഭാഗ്യ വസന്തം ജഗന്നാഥം ശ്രീരാമ ദുർവാദള ശ്യാമളം അംബോജാഷം ക്ഷീരവാസ സഞ്ജടാമകുടം ധനോർധരം സൗമിത്രി ശ്രീവ്യഞ്ജനകാത്മജാ സമന്വിതം സൗഖ്യമനോഹരം കരുണാരത്നാകരം കൊണ്ടഭാവവും നീക്കി സീതയാരഘുനാഥം കണ്ടിരിക്കെ ദേഹവും ദേഹിപ്പിച്ചു ലോകേശപദം പ്രാപിച്ചിടിനാൻ തബോധനൻ ആകാശമാർഗേ വിമാനങ്ങളും നിറഞ്ഞുതേ നാഗേശാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്തിടിനാൻ പാകശാസനൻ പദാംബോജവും വണങ്ങിനാൻ മൈഥില്യ സൗമിത്രിണ തപസഗതി കണ്ടു കൗസല്യാതനയനും കൗതുകമുണ്ടായി വന്നു തത്രൈവ കിഞ്ച് കാലം കഴിഞ്ഞോരനന്തരം വൃത്രാരി മുഖ്യന്മാരും മുക്കിപ്പോയി സ്വർഗം പുക്കാർ. അടുത്തതായി പാരായണം ചെയ്യുന്നത് മുനിമണ്ഡല സമാഗമത്തെക്കുറിച്ചാണ്. ദണ്ഡകാരണ്യതലവാസികളായ മുനിമണ്ഡലം ദശരഥി വന്നതു കേട്ടു ചണ്ഡതി ദിതി കുലജാതനാം ജഗന്നാഥൻ പുണ്ടരീകാക്ഷൻ തന്നെ കാൺമാനായി വന്നിടിനാർ. രാമലക്ഷ്മണന്മാരും ജാനകി ദേവീതാനും മാമുനിമാരെ വീണു നമസ്കാരവും ചെയ്താർ. താപസന്മാരും ആശീർവാദം ചെയ്തവർകളോടാപോകാനന്ദ വിവശന്മാരായരുൾ ചെയ്താർ. നിന്നുടെ തത്വം ഞങ്ങൾ ഇങ്ങറിഞ്ഞിരിക്കുന്നു. പന്നഗോത്തമ തൽപ്പേ പള്ളി കൊള്ളുന്ന ഭവൻ ദാതാവർത്തിക്ക മൂലം ഭൂഭാരം കളവാനായി ജാതനായിതു ഭുവി മാർത്തണ്ഡ കുലത്തിങ്കൽ ലക്ഷ്മണനാകുന്നതു ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ. ഭരത ശത്രുഘ്നന്മാർ ശംഖചക്രങ്ങൾ അഭിഷേക വിജ്ഞാദികളും സങ്കടം ഞങ്ങൾക്കു തീർത്തിടുവാനിന്നു നൂനം നാനാതാപസ കുലാസേവിദാസമസ്ഥലം കാനനം കാൺമാനാശു നീ കൂടെ പോന്നിടണം. ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മനസ്സേ കാരുണ്യമുണ്ടായി വരുമല്ലോ കണ്ടാൽ എന്നരുൾ ചെയ്ത മുനി ശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവരോരോ മുനി പർണശാലകൾ കണ്ടാർ. അന്നേരം തലയോടും എല്ലുകളെല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു രാഘവൻ ചോദ്യം ചെയ്താൻ. മർത്യമസ്തകങ്ങളും അസ്ഥിക്കൂട്ടവുമെല്ലാം അത്രൈവ മൂലമെന്തോ നിത്രയുണ്ടാവാനഹോ. തദ്വാക്യം കേട്ടു ചൊന്നാർ താപസജനം രാമഭദ്ര നീ കേൾക്ക മുനി സത്തമന്മാരെ കൊന്നു നിർദ്ദയം രക്ഷോഗണം ഭക്ഷിക്ക നിമിത്തമായി ഇദ്ദേശമസ്തി വ്യാപ്തമായി ചമന്യതു നദ സ്വത്വവൃത്തന്തമിത്തം കാരുണ്യ പരവശ ചിത്തനായൊരു പുരുഷോത്തമനരുൾ ചെയ്തു. നിഷ്ഠുരതരമായ ദുഷ്ടരാക്ഷസകുലം ഒട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിടുവനാൻ. ഇഷ്ടാനുരൂപം തപോ നിഷ്ഠയാ വസിക്ക സന്തുഷ്ട്യ താപസകുലമിഷ്ടിയും ചെയ്തു നിത്യം. സത്യവിക്രമനിധി സത്യവും ചെയ്തു തത്ര നിത്യസംഭുജ്യമാനനായി വനവാസികളാൽ. തത്രൈവ മുനി സത്തമാശ്രമങ്ങളെ പൃഥ്വിനന്ദിനിയോടു മനുജനോടും കൂടി സംസർഗാനന്ദേന വസിച്ചു കഴിഞ്ഞിതു വത്സരം ത്രയോദശമകാലം കാണായി വന്നു. അടുത്തതായി ഇവിടെ പാരായണം ചെയ്യാൻ പോകുന്ന സുധീഷ്ണാശ്രമ പ്രവേശത്തെക്കുറിച്ചാണ്. വിഖ്യാതമായ സുധീഷ്ണാശ്രമം മനോഹരം മുഖ്യതാപസ കുല ശിഷ്യ സഞ്ജയ പൂർണ്ണം സർവത്തു ഗുണഗണ സമ്പന്നമനുപമം
സർവകാലാനന്ദദാനോദയമത്യത്ഭുതം സർവപാദപാലതാ ഗുൽമസങ്കുലസ്ഥലം സർവസൽപക്ഷീ മൃഗഭുജംഗനിഷേവിതം രാഘവൻ അവരജൻ തന്നോടും സീതയോടും ആഗതനായിതെന്നു കേട്ടൊരു മുനി ശ്രേഷ്ഠൻ കുംഭസംഭവനാകും അഗസ്ത്യ ശിഷ്യോത്തമൻ സംപ്രീതൻ രാമമന്ത്രോപാസനാരദൻ മുനി സംഭ്രമത്തോടു ചെന്നു കൂട്ടിക്കൊണ്ടിങ്ങു പോന്നു സംഭൂജിച്ചരുളിനാൻ അർഘ്യപാദ്യാദികളാൽ ഭക്തി പൂണ്ട ശ്രുജലനേത്രനായ സഗദ്ഗതം ഭക്തവത്സലനായ രാഘവനോടു ചൊന്നാൻ. അടുത്തതായി സുതീഷ്ണ സ്ഥിതിയെക്കുറിച്ചാണ് ഇനി പാരായണം ചെയ്യാൻ പോകുന്നത്. നിന്തിരുവടിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിപ്പു ഞാൻ മൽഗുരു നിയോഗതാ ബ്രഹ്മശങ്കര മുഖ വന്ദ്യമാം പാദമല്ലോ നിന്മഹാമായാർണവങ്കടപ്പാനൊരു ബോധം ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ വേദ്യമല്ലൊരു നാളുമാരാലും ഭവതത്വം ഭക്തഭൃത്യഭൃത്യഭൃത്യനായിടണം ഞാൻ തൊൽപദാംബുജം നിത്യമുൾക്കാമ്പിയിലുദിക്കണം പുത്രഭാരാർത്ഥ നിലയാന്തകൂപത്തിൽ വീണു ബദ്ധനായി മുഴുകിടും എന്നി നിന്തിരുവടി ഭക്തവാത്സല്യ കരുണാകടാക്ഷങ്ങൾ തന്നെ ഉദ്ധരിച്ചിടേണമേ സത്വരം ദയാനിധേ മൂത്രമാംസമേധ്യന്ത്ര പുൽഗല പിണ്ടമകം ഗാത്രമോർത്തോളമതി കശ്മലമതിങ്കലുള്ളസ്തയാം മഹാമോഹപാശബന്ധവും ഛേദിച്ചാർത്തിനാശന ഭവൻ വാഴുകെന്നുള്ളിൽ നിത്യം സർവഭൂതങ്ങളുടെയുള്ളിൽ വാണിടുന്നത് സർവദാ ഭവാൻ തന്നെ കേവലമെന്നാകിലും ത്വന്മന്ത്ര ജപരതന്മാരായ ജനങ്ങളെ ത്വന്മഹാമായാദേവി ബന്ധിച്ചിടുകയില്ല ത്വന്മന്ത്ര ജപ വിമുഖന്മാരാം ജനങ്ങളെ ത്വന്മഹാമായാദേവി സംബന്ധിച്ചിടുന്നതും സേവാനുരൂപ ഫലദാന തൽപരൻ ഭവൻ ദേവപാദപങ്ങളെ പോലെ വിശ്വശാപുരി വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവാനായി വിശ്വമോഹിനിയായ മായ തൻ ഗുണങ്ങളാൽ രുദ്രപങ്കജ ഭവ വിഷ്ണു രൂപങ്ങളായി ചിദ്രൂപനായ ഭവാൻ വാഴുന്നു മഹാത്മനം നാനാരൂപങ്ങളായി തോന്നുന്നു ലോകത്തിങ്കൽ ഭാനുമാൻ ജലം പ്രതി വെവ്വേറെ കാണും പോലെ ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ നിത്യം എങ്ങനെ അറിഞ്ഞു വാസിപ്പു ഞാൻ ദയാനിധേ അദ്യവ ഭവചരണാംബുജയുഗം മമ പ്രത്യക്ഷമായി വന്നിതു മൽത്തപോ ബലവശ ത്വന്മന്ത്ര ജപ വിശുദ്ധാത്മനാം പ്രസാദിക്കും നിർമ്മലനായ ഭവാൻ ചിന്മയനെന്നാകിലൻ സന്മയമായി പരബ്രഹ്മമായ രൂപമായി കർമ്മണ അഗോചരമായൊരു ഭവരൂപം ത്വന്മായ വിഡംബന രചിതം മനുഷ്യകം മന്മത കോടി കോടി സുഭഗം ഗമനീയം കാരുണ്യപൂർണ നേത്രം കാർമുക ബാണധരം സ്മേരസുന്ദരമുഖം അജിനാംബരധരം സീതസംയുധം സുമിതാത്മജ നിഷേവിത പാദപങ്കജം നീല നീരത കളേബര കോമളം അതിശാന്തം അനന്തഗുണം അഭിരാമം ആത്മാരാമം ആനന്ദ സമ്പൂർണാമൃതം പ്രത്യക്ഷ മധ്യ മമ നേത്രഗോചരമായോരി തിരുമേനി നിത്യം ചിത്തെ വാഴുക വേണം മുറ്റിടും ഭക്തനാമമുച്ചരിക്കായിടണം മറ്റൊരു വരമപേക്ഷിക്കുന്നേനില്ല പോറ്റി വന്നിച്ചു കുപ്പി സ്തുതിച്ചിടിന മുനിയോടു മന്ദഹാസവും കൊണ്ടു രാഘവനരുൾ ചെയ്തു നിത്യവും ഉപാസന ശുദ്ധമായിരിപ്പോരും ചിത്തം ഞാൻ അറിഞ്ഞത്രേ കാൺമാനായി വന്നു മുനെ സന്തതമെന്നെ തന്നെ ശരണം പ്രാപിച്ചു മന്ത്രോപാസകന്മാരായി നിരപേക്ഷന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്കെന്നെ നിത്യം ചിന്തിച്ച വണ്ണൻ തന്നെ കാണായി വന്നിടുമല്ലോ ത്വകൃതമേതസ്തോത്രം മൽപ്രിയം പഠിച്ചിടും സകൃതി പ്രവരനാമർത്യനു വിശേഷിച്ചും സഭക്തി ഭവിച്ചിടം ബ്രഹ്മജ്ഞാനവും ഉണ്ടാം അല്പവും
ഭൂമദീനില സംശയം നിരൂപിച്ച തപസോത്തമ ഭവാൻ എന്നെ സേവിക്കാമൂലം പ്രാപിക്കുമല്ലോ മമ സായുജ്യം ദേഹനാശേ ഉണ്ടൊരാഗ്രഹം തവാചാര്യനാമഗസ്ത്യനെ കണ്ടുവന്നിച്ചു കൊള്ളുവാനെന്തീനവധിപ്പം തത്രൈവ കിഞ്ചേ കാലം വസ്തുമുണ്ടത്യാഗ്രഹം എത്രയും ഉണ്ടടുത്തതും അഗസ്ത്യാശ്രമം മുനി ഇത്തം രാമോക്തി കേട്ടു ചൊല്ലിനാൻ സുധീഷ്ണനും അസ്തുതേ ഭദ്രമതും തോന്നിയതിന്നു ഞാൻ കാട്ടുവേനല്ലോ വഴി കൂടെ പോന്നടുത്ത നാൾ വട്ടമെന്നിയെ വസിക്കണമെന്നി വീട് നാം ഒട്ടുനാളുണ്ടു ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ പുഷ്ടമോദത്തോടൊക്കെ തക്കെ പോയി കാണാമല്ലോ ഇത്തമാനന്ദം പൂണ്ടു രാത്രിയും കഴിഞ്ഞപ്പോൾ ഉത്ഥാനം ചെയ്തു സന്ധ്യാവന്ദനം കൃത്വാ ശീഘ്രം പ്രീതനാമുനിയോടും ജാനകി ദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാനെ പോയി ചെന്നിതു രാമൻ അഗസ്ത്യാനുജാശ്രമേ ജവം വന്നു സൽക്കാരം ചെയ്താൻ അഗസ്ത്യ സഹജനും വന്യഭോജനവും ചെയ്തന്നേരം എല്ലാവരും അന്യോന്യ സല്ലാപവും ചെയ്തിരുന്നൊരു ശേഷം. അടുത്തതായി ഇവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് അഗസ്ത്യ സന്ദർശനത്തെക്കുറിച്ചാണ്. ഭാനുമാനുദിച്ചപ്പോൾ അർഘ്യവും നൽകി മഹാകാനന മാർഗേ നടക്കൊണ്ടിതു മന്ദം മന്ദം സർവത്തു ബലകുസുമാടിയ പാദബലത സംവൃതം നാനാമൃഗ സഞ്ജയ നിഷേവിതം നാനാപക്ഷികൾ നാദം കൊണ്ടതീ മനോഹരം കാനനം ജാതി വൈരരഹിത ജന്തുവർണം നന്ദന സമാനമാനന്ദദാനാട്യം മുനി നന്ദന വേദധ്വനി മണ്ഡി മനോഭവം ബ്രഹ്മശ്രീ പ്രവരന്മാരമര മുനികളും സമോദം പൂണ്ടു വാഴും മന്ദിര നികരങ്ങൾ സംഖ്യയില്ലാതോളമുണ്ടോരോരോ തരം നല്ല സംഖ്യവസ്തുക്കളുമുണ്ടറ്റമില്ലാതെ വണ്ണം ബ്രഹ്മലോകവും ഇതിനോടു നേരല്ലെന്നത്രേ ബ്രഹ്മജ്ഞന്മാരായുള്ളോർ ചൊല്ലുന്നു കാണും തോറും ആശ്ചര്യമോരോന്നിവ കണ്ടു കണ്ടവരും ചെന്നാശ്രമത്തിനു പുറത്തെടുത്തു ശുഭദേശേ വിശ്രമിച്ചനന്തരമരുളി ചെയ്തു രാമൻ വിശ്രുതനായ സുധീഷ്ണൻ തന്നോട് ഇനിയെപ്പോൾ വേഗന ചെന്നു ഭവാൻ അഗസ്ത്യ മുനീന്ദ്രനോടഗതനായോരെന്നെ അങ്ങുണർത്തിച്ചിടണം. ജാനകിയോടും ഭ്രാതാവായ ലക്ഷ്മണനോടും കാനനദ്വാരെ വസിച്ചിടുന്നിതുപാശ്രമം സുത്തരാമക്തം സുധീഷ്ണ മഹാപ്രസാദമിത്യുക്ത സത്വരം ഗത്വാചാര്യമന്ദിരം മുദാ നത്വതം ഗുരുവരമഗസ്ത്യം പുനീകുല സത്തമന്റെ ഗോത്തമ ഭക്തസഞ്ജയ വൃതം രാമമന്ത്രാർത്ഥാവ്യാഖ്യാതൽപരം ശിഷ്യന്മാർക്കായി കമതമഗസ്ത്യം ആത്മാരാമം മുനീശ്വരം ആരുടെ വിനയം കൊണ്ടാനത വക്രത്തോടും ആരാൽ വീണുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ രാമനാം ദശരഥി സോദരനോടും നിജഭാമിനിയോടും ഉണ്ടിങ്ങാഗതനായിട്ടപ്പോൾ നിൽക്കുന്നു പുറത്തു ഭാഗത്തു കാരുണ്യാബ്ദി നിൻ തൃക്കഴലിണ കണ്ടു വന്നിപ്പാൻ ഭക്തിയോടെ മുമ്പിൽ തന്നകക്കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലും അരുൾ ചെയ്താൻ ഭദ്രന്തേ രഘുനാഥ മാനയ ക്ഷിപ്രം രാമ ഭദ്രം മേ ഹൃദി സ്ഥിതം ഭക്തവത്സലം ദൈവം പാർത്തിരുന്നിടുന്നു ഞാൻ എത്ര നാളുണ്ടു കാൺമാൻ പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരൂപം രാമരാമിതി രാമ മന്ത്രഭും ജപിച്ചതി കോമളം കാളമേഘശ്യാമളം നളീനാക്ഷം ഇത്യുക്ത സരഭസമുത്ഥായ പുനി പ്രവരോത്തമൻ മധ്യേ ചിത്തമത്യന്ത ഭക്ത്യാ മുനി സത്തമന്മാരോടും നിജ ശിഷ്യ സഞ്ജയത്തോടും ഗത്വ ശ്രീരാമചന്ദ്രൻ ഭക്തം പാർത്തരുൾ ചെയ്താൻ ഭദ്രം ദേ നിരന്തരം അസ്തു സന്തതം രാമ ഭദ്രമേ ദിഷ്ട്യാചിരം അദ്യൈവ സമാഗമം യോഗ്യനായിരി പുരിഷ്ടാതിഥി ബലാൽ മമ ഭാഗ്യപൂർണത്വേന സംപ്രാപ്തനായിതു ഭവാൻ അദ്യവാസരം മമ സബലം മത്രയല്ല മത്തപസബല്യവും വന്നിതു ജഗൽപദേ കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താനും തമ്പിയും വൈദേഹിയും സംഭ്രമ സമന്വിതം
കുമ്പിട്ടു ഭക്ത്യദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മവുമെടുത്തെഴുന്നേൽപ്പിച്ചു ശീഘ്രം. ഗാഠാശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും ഗൂഢപാതിശാംശജനായ ലക്ഷ്മണനെയും ഗാത്രസ്പർശന പരമാഹ്ലാദ ജാതസ്രവ നേത്രകീലാകുലനായ താപസവരൻ ഏകേന കരേണ സംഗൃഹ്യ രോമാഞ്ചാനിതം രാഘവനുടെ കര പങ്കജമതിദ്രുതം സാശ്രമം ജഗാമ ഹൃഷ്ടാത്മനാ മുനിശ്രേഷ്ഠൻ ആശ്രിത ജനപ്രിയനായ വിശേഷം രമം പാഥാർക്യാസന മധുപർക്കമുഖ്യങ്ങളുമാപാദ്യ സമ്പൂജ്യ സുഖമായുപവിഷ്ടം നദം വന്യഭോജ്യങ്ങൾ കൊണ്ടു സാദരം ഭുജേപ്പിച്ചു ധന്യനാം തപോധനേകാന്തേ ചൊല്ലിയിടിനാൻ. അടുത്തത് പാരായണം ചെയ്യാൻ പോകുന്നത് അഗസ്ത്യസ്തുതിയെക്കുറിച്ചാണ്. നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതു മുന്നം ദേവകളുടൻ കമലാസനനോടും ഭവാൻ ശിരവാരിതി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു ഘോരരാവണൻ തന്നെ കൊന്നു താൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടുവനെന്നു തന്നെ സരസാസന സകലേശ്വരാദയാനിതേ ഞാനന്നു തുടങ്ങി വന്നിവിടെ വാണിടിനെ ആനന്ദസ്വരൂപനാം നിന്നുടൽ കണ്ടു കൊള്ളുവാൻ താപസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ. ലോകസൃഷ്ടിക്കു മുന്നമേകനായി ആനന്ദനായി ലോകകാരണൻ വികൽപ്പോപാധി വിരഹിതൻ തന്നെ മായാ തനിക്കാശ്രയഭൂതയായി തന്നെ ശക്തി എന്ന പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുനം ദിവ്യമാമ വ്യാകൃതമെന്നുപനിഷവശാൽ മായാദേവിയെ മൂലപ്രകൃതി എന്നു ചൊല്ലും. മായാതീതന്മാരെല്ലാം സംസ്കൃതി എന്നു ചൊല്ലും. വിദ്വാൻമാരവിദ്യ എന്നും പറയുന്നുവല്ലോ. ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം. നിന്നാ സംക്ഷോഭയമാണായാകിയ മായാതന് നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊല്ലും. നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കലെ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹവേദൈകളൈവം മൂന്നായി ചൊല്ലിയിടുന്നു. സാത്വികം രജസവും താമസം എന്നീവണ്ണം വേദ്യമായി ചമഞ്ഞിതു മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മതന്മാത്രകളും ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായി ഇതിന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കൽ നിന്നു മനസ്സുമുണ്ടായി വന്നു. സൂത്രരൂപകം ലിംഗം ഇവറ്റിൽ നിന്നും ഉണ്ടായി. പത്രവ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്നു ദിവ്യനാം വിരാൾ പുമാനുണ്ടായി ഇതെന്നു കേൾപ്പു. അങ്ങനെയുള്ള വിരാൾ പുരുഷൻ തന്നെയല്ലോ തിങ്ങിടം ചരാചര ലോകങ്ങളാകുന്നതും ദേവമാനുഷ തിര്യങ് യോനി ജാതികൾ ബഹുസ്ഥാവര ജംഗമൗഘ പൂർണ്ണമായുണ്ടായി വന്നു. തന്മായ ഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനും ഉണ്ടായി വന്നു. ലോക സൃഷ്ടിക്കു രജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ദാദാനാഭിയിൽ നിന്നുണ്ടായി. സത്വമാ ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യമംശിച്ചു ജാഗ്രത സ്വപ്നവും സുഷുപ്തിയും ഇവറ്റീനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യനേകൻ അവ്യയനല്ലോ നാഥ. യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാൻ ഇച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചു മായ തന്നെ. തന്മൂലം ഗുണവാനെ പോലെയായിതു ഭവാൻ തൊന്മഹാമായ രണ്ടു വിധമായി വന്നാളല്ലോ.
വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാഖ്യയ വിദ്യയെന്നല്ലോ ചൊല്ലു നിവൃത്തി നിരതന്മാർ അവിദ്യാവശന്മാരായി വർത്തിച്ചിടിന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ വേദാന്ത വാക്യാർത്ഥ വേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ അവിദ്യാവശകന്മാർ നിത്യസംസാരികൾ എന്നവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം വിദ്യാഭ്യാസൈകാരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ ത്വന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്കു നിർമ്മലയായ വിദ്യ താനെ സംഭവിച്ചിടം മറ്റുള്ള മൂഢന്മാർക്കു വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും ആകയാൽ തൊൽഭക്തി സമ്പന്നന്മാരായുള്ളവർ ഏകാന്തമുക്തന്മാരില്ലേതു സംശയമോർത്ത തൊൽഭക്തി സുദാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയും ശ്രീരാമ രഘുപതേ കേവല ജ്ഞാനമൂർത്തി ശ്രീരമണാത്മാരാമ കാരുണ്യാമൃത സിന്ധു എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു ചിന്തിക്കൽ സാരംഗിഞ്ച് ചൊല്ലുവൻ ധരാപതേ സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്നു വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു സാധുക്കളാകുന്നതോ സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി നിസ്പൃഹന്മാരായി വിഗതക്ഷണന്മാരായി സദാ തൊൽഭക്തന്മാരായി നിവൃത്താകില കാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഗന്മാരുമായി സന്യസ്ത കർമാക്കളായി തുഷ്ടമാനസന്മാരെ ബ്രഹ്മതൽപരന്മാരെ ശിഷ്ടാചാരിക പരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാതിസമ്പന്നന്മാരായി ഏകാന്തേ ശമതമാ സാധനയുക്തന്മാരായി സാധുക്കൾ അവരോടു സംഗതിയുണ്ടാകുമ്പോൾ ചേതശീവൽക്കഥാശ്രവണേ രതിയുണ്ടാം തൊൽക്കഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിട ഭക്തി വർദ്ധിക്കുമ്പോൾ വിജ്ഞാനവും ഉണ്ടായി വരും ജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും വിജ്ഞാതമെന്നാൽ ഗുരുമുഖ നിന്നിതെല്ലാം ആകയാൽ തൊൽഭക്തിയും നിങ്കലേ പ്രേമവായ്പും രാഘവ സദാ ഭവിക്കണമേ ദയാനിതേ തൊൽപദാബ്ജങ്ങളിലും തൊൽഭക്തന്മാരിലും എന്നുൾപ്പൂവിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകണം ഇന്നല്ലോ സബലമായി വന്നതു മമ ജന്മം ഇന്നു മൽക്രതുക്കളും വന്നിതു സബലമായി ഇന്നല്ലോ തപസ്സിന് സാഫല്യമുണ്ടായി വന്നു ഇന്നല്ലോ സബലമായി വന്നതു മന്നേത്രവും സീതായാസാർദ്ധം ഹൃദി വസിക്ക സദാ ഭവൻ സീതവല്ലഭ ജഗന്നായക ദശരഥേ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും ഇന്നു വേണ്ട നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മനസ്സേ ഭവരൂപം തോന്നണം ദയാംബുദേ കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജമ്പാരി തന്നിൽ മുന്നം നിക്ഷിപ്തമായ ജപം ബാണതൂണീരത്തോടും കൊടുത്തു ഖഡ്ഗത്തോടും ആനന്ദവിവശനായി പിന്നെയും അരുൾ ചെയ്താൻ ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിനാൽ ഭൂപദേവി നഷ്ടമായിടണം വൈകിടാതെ സാക്ഷാൽ ശ്രീനാരായണനായ നീമായയുടും രാക്ഷസവധത്തിനായി മർത്യനായി പിറന്നതും 2 യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി ഗൗതമി തീരെ നല്ലൊരാശ്രമം ചമച്ചത് സീതയാ വസിക്ക പോയി ശേഷമുള്ളൊരു കാലം തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുന്നുടൻ അനുജ്ഞ നൽകി മുനി ശ്രുത്വൈത സ്തോത്രസാരമഗസ്ത്യ സുഭാഷിതം തത്വാർത്ഥസമന്വിതം രാഘവൻ തിരുവടി ബാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ച ഗസ്ത്യപാദാംബുജം യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യജാനകിയോടും എഴുന്നള്ളിടും നിരം. അടുത്ത ദിവസം ഇനി പാരായണം ചെയ്യുന്നത്
ജടായു സംഗമത്തെക്കുറിച്ചാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിനീതമായ നമസ്കാരം.